MES College of Engineering and Technology കുന്നക്കര, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. മാലിന്യം തള്ളിയവർക്കെതിരെ വാരപ്പെട്ടി പഞ്ചായത്ത് പിഴ ചുമത്തി. കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടി പഞ്ചായത്ത് 10ാം വാർഡിൽ ഉൾപ്പെട്ട അറയ്ക്കപ്പടി ചരമ റോഡിന് സമീപത്തുള്ള കുളത്തിലും തുറസായ സ്ഥലത്തും മാലിന്യം തള്ളിയ വാരപ്പെട്ടി പഞ്ചായത്തിലെ 10ാം വാർഡ് സ്വദേശിക്കും മൂവാറ്റുപുഴ 2 സ്വദേശിക്കുമെതിരെ ഓരോ ലക്ഷം രൂപ വീതം വാരപ്പെട്ടി പഞ്ചായത്ത് പിഴ ചുമത്തി. ചരമ റോഡിന് സമീപത്തുള്ള കുളത്തിലും തുറസായ സ്ഥലത്തും വൻതോതിൽ മാലിന്യം തള്ളുകയും ഇതേ തുടർന്ന് കുളത്തിലെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികൾ ചത്തുപൊങ്ങുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നായിരുന്നു പഞ്ചായത്തിന്റെ ഇടപെടലുണ്ടായത്. റോഡിൽ തള്ളിയ മാലിന്യത്തോടൊപ്പം കാറ്ററിംഗ് യൂണിറ്റിലെ കാർഡ് കൂടി കിട്ടിയതിനെ തുടർന്ന് മാലിന്യം തള്ളിയ വ്യക്തികളെ കുറിച്ച് വിവരം ലഭിക്കുകയായിരുന്നു. പഞ്ചായത്ത് അധികൃതർ മാലിന്യം നിക്ഷേപിച്ചവരെ വിളിച്ചു വരുത്തി മാലിന്യം അവരെ കൊണ്ട് തന്നെ നീക്കം ചെയ്യിപ്പിക്കുകയും ചെയ്തു. മാലിന്യം ഇടുന്നത് ശ്രദ്ധയിൽപ്പെടുന്നവർ പഞ്ചായത്തിൽ അറിയിച്ചാൽ വിളിച്ചറിയിച്ച വ്യക്തിക്ക് പാരിതോഷികവും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയും ഉറപ്പുവരുത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അറിയിച്ചു. എന്നാൽ കുളത്തിൽ മാലിന്യം തള്ളി മത്സ്യങ്ങൾ ഉൾപ്പെടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ പഞ്ചായത്തല്ലാതെ മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ഇടപെടൽ നടത്തുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതോടൊപ്പം അധികൃതരുടെ ഒത്താശയോടെ പരമ്പരാഗത ജലസ്രോതസ്സായ കുളം നികത്താൻ ശ്രമം നടത്തുന്നതായും ഇത് അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.